ആകാശവാണി. നമസ്കാരം. വാർത്തകൾ വായിക്കുന്നത് ലിൻസ സിറാജ്. പ്രധാന വാർത്തകൾ. പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ ഗുജറാത്ത് സന്ദർശനം പുരോഗമിക്കുന്നു. ദേശീയ വന്യജീവി ബോർഡിന്റെ യോഗത്തിൽ ഇന്ന് അധ്യക്ഷത വഹിക്കും. ക്ഷീരമേഖലയിലെ സുസ്ഥിര പ്രവർത്തനങ്ങൾ സംബന്ധിച്ച ശില്പശാല കേന്ദ്രമന്ത്രി അമിത് ഷാ ന്യൂഡൽഹിയിൽ ഉദ്ഘാടനം ചെയ്യും. സ്പെയിനിലെ ബാഴ്സലോണയിൽ ആരംഭിക്കുന്ന മൊബൈൽ വേൾഡ് കോൺഗ്രസിൽ കേന്ദ്രമന്ത്രി ജ്യോതിരാദിത്യ സിന്ധ്യ പങ്കെടുക്കും. 15ാം കേരള നിയമസഭയുടെ 13ാം സമ്മേളനം ഇന്ന് പുനരാരംഭിക്കും. വന്യജീവികളുടെ പ്രാധാന്യത്തെക്കുറിച്ച് അവബോധം സൃഷ്ടിക്കുക എന്ന ലക്ഷ്യത്തോടെ ഇന്ന് ലോക വന്യജീവി ദിനം. ഐസിസി ചാമ്പ്യൻസ് ട്രോഫി ക്രിക്കറ്റ് സെമിഫൈനലിൽ കടന്ന് ഇന്ത്യ. അവസാന ഗ്രൂപ്പ് മത്സരത്തിൽ ന്യൂസിലാൻഡിനെ പരാജയപ്പെടുത്തിയത് 44 റൺസിന്. വാർത്തകൾ വിശദമായി. ലോക വന്യജീവി ദിനത്തോടനുബന്ധിച്ച് ഗുജറാത്തിലെ ജുനഗഡ് ജില്ലയിൽ വന്യജീവികളുടെയും വനങ്ങളുടെയും സംരക്ഷണത്തിനുവേണ്ടി പ്രവർത്തിക്കുന്ന ദേശീയ വന്യജീവി ബോർഡ് യോഗത്തിൽ പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഇന്ന് അധ്യക്ഷത വഹിക്കും. പ്രധാനമന്ത്രി ചെയർപേഴ്സണായ ബോർഡിൽ 47 അംഗങ്ങളാണുള്ളത്. രാവിലെ പ്രധാനമന്ത്രി ഗിർ ദേശീയ ഉദ്യാനവും സന്ദർശിക്കും. 3 ദിവസത്തെ സന്ദർശനത്തിനായി ശനിയാഴ്ച ഗുജറാത്തിലെത്തിയ ശ്രീ മോദി ജാംനഗറിലെ വൻതാര മൃഗസംരക്ഷണ കേന്ദ്രവും സോമനാഥ ക്ഷേത്രവും സന്ദർശിച്ചിരുന്നു. സാങ്കേതിക വിദ്യയിലും നൂതനാശയങ്ങളിലുമുള്ള പുരോഗതി ഇന്ത്യയുടെ ഭാവി രൂപപ്പെടുത്തുന്നതിന് നിർണായകമാണെന്ന് ഉപരാഷ്ട്രപതി ജഗ്ദീപ് ധൻകർ. ഗവേഷണ വികസന മേഖലകളിൽ കോർപ്പറേറ്റ് നിക്ഷേപത്തിന്റെ ആവശ്യകത ഉപരാഷ്ട്രപതി ചൂണ്ടിക്കാട്ടി. ഹൈദരാബാദ് ഐഐടിയിൽ വിദ്യാർത്ഥികളും അധ്യാപകരുമായി സംവദിക്കുകയായിരുന്നു അദ്ദേഹം. കൂടുതൽ സാധ്യതകളും വെല്ലുവിളികളും അവസരങ്ങളുമുള്ള ഒരു പുതിയ വ്യവസായ വിപ്ലവത്തിന് നിർമ്മിത ബുദ്ധിയിലെ മുന്നേറ്റം കാരണമാകുന്നതായി അദ്ദേഹം പറഞ്ഞു. Artificial intelligence is bringing about paradigm shift every moment. It is introduction of an era, a new kind of industrial revolution with greater potential, challenges and opportunities. This has a big basket of opportunities for boys and girls. ക്ഷീരമേഖലയിലെ സുസ്ഥിര പ്രവർത്തനങ്ങൾ സംബന്ധിച്ച ശില്പശാല കേന്ദ്ര ആഭ്യന്തര സഹകരണ വകുപ്പ് മന്ത്രി അമിത് ഷാ ഇന്ന് ന്യൂഡൽഹിയിലെ ഭാരത് മണ്ഡപത്തിൽ ഉദ്ഘാടനം ചെയ്യും. പാൽ, അനുബന്ധ ഉൽപ്പന്നങ്ങൾ എന്നിവയുടെ സുസ്ഥിര ഉൽപ്പാദനം പ്രോത്സാഹിപ്പിക്കുന്നതിനായി സഹകരണ മന്ത്രാലയവും ക്ഷീരവികസന മന്ത്രാലയവും ആസൂത്രണം ചെയ്തിട്ടുള്ള നയങ്ങളെക്കുറിച്ച് ചർച്ച നടക്കും. കേന്ദ്രമന്ത്രിമാരായ രാജീവ് രഞ്ജൻ സിംഗ്, SP സിംഗ് ബാഗേൽ, ജോർജ് കുര്യൻ എന്നിവർ പങ്കെടുക്കും. സ്പെയിനിലെ ബാഴ്സലോണയിൽ ഇന്ന് ആരംഭിക്കുന്ന മൊബൈൽ വേൾഡ് കോൺഗ്രസിൽ കേന്ദ്രമന്ത്രി ജ്യോതിരാദിത്യ സിന്ധ്യ ഇന്ത്യയെ പ്രതിനിധീകരിക്കും. ലോകത്തെ ഏറ്റവും വലിയ സാങ്കേതിക ടെലികമ്മ്യൂണിക്കേഷൻ പരിപാടികളിലൊന്നായ മൊബൈൽ വേൾഡ് കോൺഗ്രസിൽ ഭാരത് പവലിയൻ അദ്ദേഹം ഉദ്ഘാടനം ചെയ്യും. സ്കൂളുകളിൽ സ്മാർട്ട് ഫോണുകൾ ഉപയോഗിക്കുന്നതിന് മാർഗ്ഗനിർദ്ദേശങ്ങൾ പുറപ്പെടുവിച്ച് ഡൽഹി ഹൈക്കോടതി. സ്കൂളുകളിൽ മൊബൈൽ ഫോണുകൾ കൊണ്ടുവരുന്നതിൽ കുട്ടികളെ വിലക്കേണ്ടതില്ലെന്നും എന്നാൽ ഡിജിറ്റൽ ഉപകരണങ്ങളുടെ ഉപയോഗം നിയന്ത്രിക്കുകയും നിരീക്ഷിക്കുകയും വേണമെന്ന് ജസ്റ്റിസ് അനൂപ് ജയറാം ഭംഭാനിയുടെ ബെഞ്ച് പറഞ്ഞു. ഡൽഹിയിലെ മുൻ സർക്കാരിന്റെ ഭരണകാലത്തെ സാമൂഹ്യ ആരോഗ്യ രംഗത്തെ അടിസ്ഥാന സൌകര്യങ്ങൾ, ഭരണനിർവഹണം എന്നിവയെക്കുറിച്ചുള്ള CAG റിപ്പോർട്ടിന്മേലുള്ള ചർച്ച ഡൽഹി നിയമസഭ ഇന്ന് പുനരാരംഭിക്കും. വെള്ളിയാഴ്ച ഡൽഹി മുഖ്യമന്ത്രി രേഖ ഗുപ്തയാണ് റിപ്പോർട്ട് നിയമസഭയിൽ വച്ചത്. ഡൽഹിയിലെ ജലക്ഷാമം, വെള്ളക്കെട്ട്, അഴുക്കുചാലുകളിലെ തടസ്സം നീക്കൽ എന്നിവയെക്കുറിച്ചുള്ള ഹ്രസ്വകാല ചർച്ചയും സഭയിൽ നടക്കും. രാജ്യത്ത് വിതരണ ശൃംഖലകൾ ശക്തിപ്പെടുത്തുന്നതിലും ഭക്ഷ്യസുരക്ഷ ഉറപ്പാക്കുന്നതിലും കേന്ദ്ര വെയർഹൌസിംഗ് കോർപ്പറേഷൻ CWC നിർണായക പങ്ക് വഹിക്കുന്നതായി കേന്ദ്രമന്ത്രി പ്രഹ്ലാദ് ജോഷി. ന്യൂഡൽഹിയിൽ CWCയുടെ 69ാമത് സ്ഥാപക ദിനാഘോഷവേളയിൽ വീഡിയോ സന്ദേശത്തിൽ സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. CWC caters to diverse clientele varying from government organization, private companies, retailers, traders, customs. CWC also has a critical role in successful implementation of Pradhan Mantri Garib Kalyana Anna Yojana and Pradhan Mantri Annadata Aay Sanrakshan Abhiyan. PM ഗരീബ് കല്യാൺ യോജന, PM ആശ തുടങ്ങിയ പദ്ധതികളുടെ വിജയകരമായ പ്രവർത്തനം ഉറപ്പാക്കാൻ CWCക്ക് സാധിച്ചതായും കേന്ദ്രമന്ത്രി വ്യക്തമാക്കി. കേന്ദ്രമന്ത്രി പീയൂഷ് ഗോയലിന്റെ US സന്ദർശനം ഇന്ന് ആരംഭിക്കും. US വാണിജ്യ സെക്രട്ടറി, വ്യാപാര പ്രതിനിധി എന്നിവരുമായി ശ്രീ ഗോയൽ ചർച്ച നടത്തും. 2030ഓടെ ഇരു രാജ്യങ്ങളും തമ്മിലുള്ള വാണിജ്യം $500 ബില്യൺ ഇരട്ടിയാക്കാനുള്ള പ്രതിജ്ഞാബദ്ധത പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ സന്ദർശനവേളയിൽ ഇന്ത്യയും USഉം പ്രഖ്യാപിച്ചിരുന്നു.
ഓഹരി വിപണിയിലെ തട്ടിപ്പുമായി ബന്ധപ്പെട്ട കേസിൽ മുൻ സെബി മേധാവി മാധബി പുരിബുച്ച് ഉൾപ്പെടെയുള്ള മുതിർന്ന ഉദ്യോഗസ്ഥർക്കെതിരെ എഫ്ഐആർ രജിസ്റ്റർ ചെയ്യാൻ മുംബൈയിലെ പ്രത്യേക അഴിമതി വിരുദ്ധ കോടതി ഉത്തരവിട്ടു. ഒരു പത്രപ്രവർത്തകൻ സമർപ്പിച്ച ഹർജിയിലാണ് ജഡ്ജ് എസ് ബംഗാറിന്റെ ഉത്തരവ്. അന്വേഷണം നിരീക്ഷിക്കുമെന്നറിയിച്ച കോടതി കേസിന്റെ നിലവിലെ സ്ഥിതി സംബന്ധിച്ച റിപ്പോർട്ട് സമർപ്പിക്കാനും നിർദ്ദേശം നൽകിയിട്ടുണ്ട്. ഈ വാർത്തകൾ ആകാശവാണിയിൽ നിന്ന്. ആകാശവാണി വാർത്തകളും വാർത്താധിഷ്ഠിത പരിപാടികളും ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം യൂട്യൂബ് ചാനലിലും @ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം ഫേസ്ബുക്ക് പേജിലും AR ന്യൂസ് _തിരുവനന്തപുരം ഇൻസ്റ്റഗ്രാം അക്കൌണ്ടിലും @AR ന്യൂസ് _TVM X ഹാൻഡിലും ലഭ്യമാണ്. ഉറുഗ്വേയിൽ പുതുതായി തെരഞ്ഞെടുത്ത പ്രസിഡന്റ് വൈസ് പ്രസിഡന്റ് എന്നിവരുടെ സത്യപ്രതിജ്ഞാ ചടങ്ങിൽ ഇന്ത്യയെ പ്രതിനിധീകരിച്ച് കേന്ദ്ര വിദേശകാര്യ സഹമന്ത്രി പബിത്ര മാർഗരിറ്റ പങ്കെടുത്തു. ഉറുഗ്വേയിലെ പുതിയ സർക്കാരിന് പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ ആശംസകൾ അദ്ദേഹം അറിയിച്ചു. ഇരു രാജ്യങ്ങളും തമ്മിലുള്ള ബന്ധം ശക്തിപ്പെടുത്തുന്നതിന് പുതിയ സർക്കാരുമായി സഹകരിക്കാൻ ഇന്ത്യ ആഗ്രഹിക്കുമെന്ന് പബിത്ര മാർഗരിറ്റ പറഞ്ഞു. ഉറുഗ്വേയിലെ ഇന്ത്യൻ പ്രവാസികളുമായി സംവദിച്ച അദ്ദേഹം മഹാത്മാഗാന്ധി പ്രതിമയിൽ പുഷ്പാർച്ചന നടത്തി. 15ാം കേരള നിയമസഭയുടെ 13ാം സമ്മേളനം ഇന്ന് പുനരാരംഭിക്കും. ആശാവർക്കർമാരുടെ ഓണറേറിയം ലഭ്യമാക്കുന്നത് സംബന്ധിച്ച് ശ്രദ്ധ ക്ഷണിക്കൽ, സ്വകാര്യ സർവകലാശാല ബിൽ അവതരണം തുടങ്ങിയവയാണ് സഭയിലെ ഇന്നത്തെ പ്രധാന നടപടിക്രമങ്ങൾ. അതേസമയം സമ്മേളനം പുനഃക്രമീകരിച്ചിട്ടുണ്ട്. ഈ മാസം 25-ന് നിയമസഭാ സമ്മേളനം അവസാനിക്കും. ഈ മാസം 12 ദിവസം മാത്രമേ സഭ ചേരുകയുള്ളൂ. വിശദാംശങ്ങളുമായി ആകാശവാണി തിരുവനന്തപുരം ജില്ലാ പ്രതിനിധി രജു കോലിയക്കോട്. ഇന്ന് ആദ്യത്തെ നടപടിക്രമമായ ചോദ്യോത്തരവേളയ്ക്ക് ശേഷം സഭയിൽ ആശാവർക്കർമാരുടെ ഓണറേറിയം, ഇൻസെന്റീവ് എന്നിവ ലഭ്യമാക്കുന്നത് സംബന്ധിച്ച് കെ ശാന്തകുമാരി മന്ത്രി വീണ ജോർജിന്റെ ശ്രദ്ധ ക്ഷണിക്കും. കശുവണ്ടി മേഖലയിലെ പ്രതിസന്ധിയും വേതന വർധനവും സംബന്ധിച്ച് PC വിഷ്ണുനാഥ് മന്ത്രി P രാജീവിന്റെ ശ്രദ്ധ ക്ഷണിക്കും. 2025 സർവകലാശാല ഭേദഗതി ബിൽ, സർവകലാശാല 2ാം ഭേദഗതി ബിൽ എന്നിവ ഇന്ന് സഭയിൽ അവതരിപ്പിക്കും. 2025 ധനവിനിയോഗ ബില്ലിന്റെ അവതരണവും ഇന്ന് സഭയിൽ നടക്കും. കൃഷി, ആരോഗ്യം, റവന്യൂ ഉൾപ്പെടെ 12 വകുപ്പുകളുമായി ബന്ധപ്പെട്ട റിപ്പോർട്ടിന്റെ സമർപ്പണവും സഭയിൽ ഇന്നുണ്ടാകും. കേരളത്തിൽ SSLC ഹയർ സെക്കൻഡറി പരീക്ഷകൾക്ക് ഇന്ന് തുടക്കം. 4,27,021 വിദ്യാർത്ഥികളാണ് ഇത്തവണ SSLC പരീക്ഷ എഴുതുന്നത്. ഗൾഫ് മേഖലയിൽ 682 കുട്ടികളും ലക്ഷദ്വീപ് മേഖലയിൽ 447 കുട്ടികളും പരീക്ഷ എഴുതുന്നുണ്ട്. ഉച്ചയ്ക്ക് ശേഷമാണ് ഹയർ സെക്കൻഡറി പരീക്ഷകൾ. എല്ലാ പരീക്ഷകളും ഈ മാസം 26-ന് അവസാനിക്കും. പരീക്ഷ എഴുതുന്ന കുട്ടികൾക്ക് മന്ത്രി വി ശിവൻകുട്ടി വിജയാശംസകൾ നേർന്നു. കോഴിക്കോട് താമരശ്ശേരിയിൽ സ്കൂൾ വിദ്യാർത്ഥികൾ തമ്മിലുള്ള സംഘർഷത്തിൽ പരിക്കേറ്റ വിദ്യാർത്ഥി മരിച്ച കേസിൽ പോലീസ് അന്വേഷണം തുടരുന്നു. ഒബ്സർവേഷൻ ഹോമിലേക്ക് മാറ്റാൻ ജുവനൈൽ ജസ്റ്റിസ് ബോർഡ് ഉത്തരവിട്ട 5 വിദ്യാർത്ഥികൾക്ക് SSLC പരീക്ഷ എഴുതാനുള്ള ക്രമീകരണം ഒരുക്കുമെന്ന് അധികൃതർ പറഞ്ഞു. ഇന്ന് ലോക വന്യജീവി ദിനം. മനോഹരവും വൈവിധ്യപൂർണവുമായ അനവധി ഇനം വന്യജീവികളെ ആഘോഷിക്കാനും പ്രകൃതിയിൽ അവയുടെ പ്രാധാന്യത്തെക്കുറിച്ച് അവബോധം വർദ്ധിപ്പിക്കാനുമാണ് ഐക്യരാഷ്ട്രസഭ ഈ ദിനാചരണത്തിലൂടെ ലക്ഷ്യമിടുന്നത്. കേരളത്തെ സംബന്ധിച്ചിടത്തോളം മനുഷ്യ വന്യജീവി സംഘർഷം രൂക്ഷമായ ഒരു പശ്ചാത്തലത്തിലാണ് ഇത്തവണ ലോക വന്യജീവി ദിനം എത്തുന്നത്. 97ാമത് ഓസ്കാർ പുരസ്കാര പ്രഖ്യാപനം ലോസ് ഏഞ്ചൽസിൽ പുരോഗമിക്കുന്നു. എ റിയൽ പെയിൻ എന്ന ചിത്രത്തിലെ അഭിനയത്തിന് കീറൻ കൾക്കിൻ മികച്ച സഹനടനായി തിരഞ്ഞെടുക്കപ്പെട്ടു. മികച്ച തിരക്കഥയ്ക്കുള്ള പുരസ്കാരം അനോര എന്ന ചിത്രം സ്വന്തമാക്കി. ലൈവ് ആക്ഷൻ ഷോർട്ട് ഫിലിം വിഭാഗത്തിൽ ഇന്ത്യൻ ചിത്രം അനുജ മത്സരരംഗത്തുണ്ട്. ICC ചാമ്പ്യൻസ് ട്രോഫിയിൽ ഇന്ത്യ സെമി ഫൈനലിൽ കടന്നു. ഇന്നലെ നടന്ന അവസാന ലീഗ് മത്സരത്തിൽ ന്യൂസിലാൻഡിനെ 44 റൺസിനാണ് ഇന്ത്യ പരാജയപ്പെടുത്തിയത്. മത്സരത്തിൽ ആദ്യം ബാറ്റ് ചെയ്ത ഇന്ത്യ 9 വിക്കറ്റ് നഷ്ടത്തിൽ 249 റൺസെടുത്തു. ശ്രേയസ് അയ്യർ 79 റൺസും ഹാർദിക് പാണ്ഡ്യ 45 റൺസും നേടി. തന്റെ ആദ്യ ഏകദിന മത്സരത്തിൽ 5 വിക്കറ്റ് നേടിയ ചക്രവർത്തിയെ കളിയിലെ താരമായി തെരഞ്ഞെടുത്തു. മറുപടി ബാറ്റിംഗിനിറങ്ങിയ കിവീസ് 45.3 ഓവറിൽ 205 റൺസിന് പുറത്തായി. നാളെ ദുബായിൽ നടക്കുന്ന ആദ്യ സെമിയിൽ ഇന്ത്യ ഓസ്ട്രേലിയയെ നേരിടും. പ്രധാന വാർത്തകൾ വീണ്ടും. പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ ഗുജറാത്ത് സന്ദർശനം പുരോഗമിക്കുന്നു. ദേശീയ വന്യജീവി ബോർഡിന്റെ യോഗത്തിൽ ഇന്ന് അധ്യക്ഷത വഹിക്കും. ക്ഷീരമേഖലയിലെ സുസ്ഥിര പ്രവർത്തനങ്ങൾ സംബന്ധിച്ച ശില്പശാല കേന്ദ്രമന്ത്രി അമിത്ഷാ ന്യൂഡൽഹിയിൽ ഉദ്ഘാടനം ചെയ്യും. സ്പെയിനിലെ ബാഴ്സലോണയിൽ ഇന്ന് ആരംഭിക്കുന്ന മൊബൈൽ വേൾഡ് കോൺഗ്രസിൽ കേന്ദ്രമന്ത്രി ജ്യോതിരാദിത്യ സിന്ധ്യ പങ്കെടുക്കും. 15ാം കേരള നിയമസഭയുടെ 13ാം സമ്മേളനം ഇന്ന് പുനരാരംഭിക്കും. വന്യജീവികളുടെ പ്രാധാന്യത്തെക്കുറിച്ച് അവബോധം സൃഷ്ടിക്കുക എന്ന ലക്ഷ്യത്തോടെ ഇന്ന് ലോക വന്യജീവി ദിനം. ICC ചാമ്പ്യൻസ് ട്രോഫി ക്രിക്കറ്റ് സെമി ഫൈനലിൽ കടന്ന് ഇന്ത്യ. അവസാന ഗ്രൂപ്പ് മത്സരത്തിൽ ന്യൂസിലാൻഡിനെ പരാജയപ്പെടുത്തിയത് 44 റൺസിന്.
വാർത്തകൾ കഴിഞ്ഞു. അടുത്ത വാർത്താ പ്രക്ഷേപണം ഉച്ചയ്ക്ക് 12:30.